Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വന്നിട്ടുള്ള കിടിലൻ ഫീച്ചറിനെ കുറിച്ചാണ്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നത് വാട്സാപ്പിൽ വന്നിട്ടുള്ള 5 ഫീച്ചറിനെ കുറിച്ചായിരുന്നു. അതിലൊരു ഫീച്ചർ ആയിരുന്നു വാട്സാപ്പിൽ വന്നിട്ടുള്ള സ്റ്റാറ്റസിനെ കുറിച്ച്. ആ സ്റ്റാറ്റസിൽ ഇപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മുകളിൽ ആഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ മുകളിൽ ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ട് കാണാൻ കഴിയും. ഇത് ഇപ്പോൾ അടുത്ത് വന്നാണ് വാട്സപ്പിൽ. ഇത് വരാത്തവരൊക്കെ നിങ്ങളെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഒരു ആപ്പ് സ്റ്റോറിലൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ലേഔട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ലേഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ പോകുന്ന ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുക. 6 ഫോട്ടോസാണ് നമുക്ക് ഒരേ സമയം ഈ ലേഔട്ടിൽ ആഡ് ചെയ്യാൻ കഴിയുക. 6 ഫോട്ടോസായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നമുക്കവിടെ അടിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ 6 ഫോട്ടോ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം അടിയിലൊരു ടിക്ക് മാർക്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ലേഔട്ട് ഏത് മോഡലാണ് ആക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ റെഡിയാക്കാൻ കഴിയും. ഓരോ ഷേപ്പിൽ നമുക്ക് ഇവിടെ ലേഔട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഫോട്ടോ ഇവിടെ നെക്കി പിടിച്ചിട്ട് നമുക്ക് ഇതാ ഏത് ഭാഗത്തേക്കാണ് നീക്കേണ്ടതെന്നുള്ളത് ആ ഭാഗത്തേക്ക് നമുക്ക് ഈ ഫോട്ടോ ഇവിടുന്ന് സ്വിച്ച് ചെയ്യാൻ കഴിയും. നമുക്ക് ഫോട്ടോസ് നമുക്ക് പിന്നെ ഇവിടുന്ന് സൂം ചെയ്യാനൊക്കെ കഴിയും. ഈ ഒരു നെക്കി പിടിച്ചിട്ട് നമുക്ക് നമ്മളെ ഈ ഫോട്ടോൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് സൂം ചെയ്യാൻ കഴിയും. പിന്നെ ഡണ്ണടിച്ചിട്ട് സാധാ സ്റ്റാറ്റസ് മാതിരി നമ്മൾ സ്റ്റാറ്റസിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ കാണുന്നത് ഇതുപോലെ ആയിരിക്കും കാണാം. അപ്പോൾ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മുകളിൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ ഇതാണിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ. മുകളിലുള്ള ആഡ് യൂസ്, പിന്നെ ടൈം, ക്ലോക്ക്, ലൊക്കേഷൻ, ഫോട്ടോ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ഫീച്ചർ അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു വാട്സപ്പിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് ആടെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് സ്റ്റാറ്റസ് ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് വാട്സപ്പിൽ വന്നിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഫീച്ചർ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്കിൽ പറഞ്ഞത് കുറച്ച് കാലം മുന്നേ വന്നിട്ടുണ്ട് തോന്നുന്നു ഈ ഫീച്ചർ. നമ്മളൊരു വീഡിയോ ഫേസ്ബുക്കിൽ നിന്നുള്ളൊരു വീഡിയോ എടുത്തിട്ട് നമ്മളിത് സൈഡിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന പോലെ തന്നെ സൈഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2x സ്പീഡിൽ നമുക്ക് വീഡിയോ റീല് കാണാൻ കഴിയും. റീല് വീഡിയോ എല്ലാം നമുക്ക് 2x സ്പീഡിൽ കാണാൻ കഴിയും. ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 2x സ്പീഡിൽ നമുക്ക് വീഡിയോയും കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.